അവനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയൽവാസി ബന്ധമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ കളിക്കൂട്ടുകാരുമാണ്. ഞങ്ങൾ ഈ ഗ്രൗണ്ടിലും മറ്റൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഓനെ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. കാരണം വെച്ചാൽ ഓന് മറ്റു കുട്ടികളെ പോലെ ആയിരുന്നില്ല. ഓൻ്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓന് മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബോൾ എറിയൂല, കൃത്യമായിട്ട് ബോൾ വന്ന് ചെയ്യും. മീഡിയം പേസ് ആണെങ്കിലും അതുപോലെ തന്നെ ബോളൊക്കെ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ പിന്നെ ബാറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യും. ഫ്രണ്ട് ഫുട്ടിലാണെങ്കിലും ബാക്ക് ഫുട്ടിലാണെങ്കിലൊക്കെ ഒരു ക്രിക്കറ്റ് പഠിച്ച ഒരാൾ എങ്ങനെ കളിക്കോ ആ രൂപത്തിൽ നാച്ചുറലി ഓനിൽ എന്തുണ്ടായിരുന്നു, ആ ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ അവന് അത്ര ബോഡി വെയിറ്റും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അത്ര ഒരു മെലിഞ്ഞൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മീഡിയം പേസ് ഒരിക്കലും എനിക്ക് ചേരില്ല എന്ന് തോന്നി ഞാൻ എന്ത് ചെയ്തു, അത് സ്പിന്നിലാക്കി ആക്കി. അത് മാത്രമല്ല ലെഗ് സ്പിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ ലെഗ് സ്പിന്ന് പ്രാക്ടീസ് ചെയ്ത് ഫ്ലോപ്പായി, പക്ഷേ അതിൻ്റെ ടെക്നിക്കലും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അത് ഞാൻ അവനോട് പറഞ്ഞു. പിന്നെ അന്ന് ആരും എന്ത് ചെയ്തിരുന്നില്ല, ഇന്ത്യയിൽ ഇങ്ങനെ ബോൾ ചെയ്തിരുന്നില്ല. പിന്നെ ഓലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോഗ് മാത്രമേ, ഓസ്ട്രേലിയ പ്ലെയറെ ഹോഗ് മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ, പിന്നെ അങ്ങനെ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ ഒരു വെറൈറ്റി ആവും, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ ഇതിനൊക്കെ കാരണമാവും എന്ന് പറഞ്ഞു. അവനത് കൃത്യമായിട്ട് ചെയ്തു. അതിൻ്റെ പ്രാക്ടീസും അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്തു. അങ്ങനെ ഓൻ എന്ത് ചെയ്താണ് സാറിൻ്റെ അടുത്ത് വരികയും സാർ അത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുകയും പിന്നെ ഓനത് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോയതാണ്.